Hi all, welcome to Target Learning App. Target Learning App in the Keeler, Target YouTube channel Cbse 10th students in a focus ചെയ്തുകൊണ്ട് അവരുടെ എക്സാമിനെ ടേം 1 എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ അതിലൂടെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മാത്സിനെ സംബന്ധിച്ചിടത്തോളം റിയൽ നമ്പേഴ്സ് അതേപോലെ തന്നെ പോളിനോമിയൽസ് നമ്മൾ 2 ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തു. അവരുടെ പാറ്റേൺ എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. സോ അതൊക്കെ കൃത്യമായി നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഇതുവരെ പരിചയമില്ലാത്ത രീതിയിലേക്കുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ആണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളെ കൃത്യമായി കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ടാർഗറ്റ് ലേണിംഗ് ആപ്പ് വരികയാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾ മാക്സിമം ക്ലാസ്സുകൾ പരമാവധി നിങ്ങൾ കാണുക. ഒപ്പം ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ മാക്സിമം സെൽഫ് പ്രാക്ടീസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ നൽകുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യുക. ഞാൻ ചെയ്തിട്ടുള്ള സെയിം ആൻസർ തന്നെ അല്ലെ കിട്ടുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക, ജസ്റ്റ് കാണുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്. ഒപ്പം നിങ്ങൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ +1 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, +2 വീഡിയോസ് ഉണ്ട്. സ്റ്റേറ്റ് സിലബസിൽ 10th പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കായിട്ടൊരു ചാനൽ തന്നെയുണ്ട്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചാനൽ തന്നെയുണ്ട്, അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യാം, അവരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. Now today we are going to discuss our next chapter in mathematics, that is nothing but pair of linear equation in 2 variable. Already 2 chapters നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് റിയൽ നമ്പേഴ്സ് ആയിരുന്നു, രണ്ടാമത്തത് ആൾജിബ്രയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് പോളിനോമിയൽസ്. ദിസ് ഇസ് ദ സെക്കൻഡ് ചാപ്റ്റർ ഫ്രം ആൾജിബ്ര. ഓക്കെ, ആൾജിബ്രയിൽ നിന്ന് 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അത് പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററും ഈ ചാപ്റ്ററും കൂടി ഷെയർ ചെയ്യുന്ന രൂപത്തിലേക്കാണ്. So this is pair of linear equation in 2 variable. Actually നല്ല സൈസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് അറിയാമത്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് ആവുന്ന സമയത്ത് അതിലുള്ള കുറേ ഹെവി ക്വസ്റ്റ്യൻസ് ഒക്കെ മാറും. നമുക്ക് ചില പ്രത്യേക ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രൂപത്തിലേക്കായിട്ട് മാറും. സോ ഫസ്റ്റ്ലി ബിഫോർ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ദിസ് ചാപ്റ്റർ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്താണ്? നമുക്കറിയാം, പെയർ ഓഫ് 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലീനിയർ ഇക്വേഷൻ മീൻസ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്, നമുക്കറിയാം. 2 വേരിയബിൾ ആണ്. സോ ദർ മസ്റ്റ് ബി 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ, നോർമലി എക്സ് ആൻഡ് വൈ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനി 2 വേരിയബിൾസ്. സോ നോർമലി നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2x + 3y is equal to 7. ഇറ്റ്സ് എ 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ. ഓക്കെ, ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേരിയബിൾ ആണോ ആ ഇക്വേഷനുള്ളത് അത്രയും ഇക്വേഷൻസ് വേണമെന്നുള്ളത് ഇക്വേഷൻ സോൾവിങ്ങിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ്. സോ ദാറ്റ് മീൻസ് നൗ വി ഹാവ് ദിസ് ഇൻ ദിസ് ഇക്വേഷൻ വി ഹാവ് 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. സോ ദർ മസ്റ്റ് ബി അറ്റ് ലീസ്റ്റ് 2 equations to solve these 2 equations or to find the value of x and y. മിനിമം 2 ഇക്വേഷൻ എങ്കിലും വേണം to find the value of x and y, since there are 2 variables. Okay, 2 variables. 2 വേരിയബിൾ ഉണ്ടെങ്കിൽ 2 ഇക്വേഷൻ വേണം. 3 വേരിയബിൾ ഉണ്ടെങ്കിലോ 3 ഇക്വേഷൻസ് വേണം. 4 വേരിയബിൾസ് ഉണ്ടെങ്കിൽ 4 ഇക്വേഷൻസ് വേണം. അതാണ് ഇക്വേഷൻ സോൾവിങ്ങിന്റെ ബേസിക് ഐഡിയ. സോ ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ എക്സിനും വൈക്കും ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നതാണ് നമ്മളതിന് സൊല്യൂഷനെ നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഈ 7 ഒന്ന് മാറ്റിയിട്ട് ഒരു 8 എന്ന് കൊടുത്തു എന്നിരിക്കാം. ഈ എക്സ് എന്ന് പറയുന്നതിന് ഞാൻ 1 എന്നും y എന്ന് പറയുന്നതിന് 2 എന്നും ഞാൻ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. x is equal to 1 and y is equal to 2. എന്താ ഹാപ്പൻ ചെയ്യാം? ദാറ്റ് ഇസ് 2 into 1 plus 3 into 2 that is equal to 8. That is 2 plus 6 is equal to 8. That is 8 is equal to 8. Still it is an equation. അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും the values of x and y satisfies this equation. That means this is the solution of this equation. x is equal to 1 ഉം y is equal to 2 എന്ന് പറയുന്നത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് പറയും.
ഇനി സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താ ഹാപ്പൻ ചെയ്യാം? ഫോർ എക്സാമ്പിൾ, ഞാൻ എക്സിന് പകരം ഒരു 2 എന്ന്, അതേപോലെ തന്നെ വൈക്ക് പകരവും 2 ആണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. Then you can see that will become 2 into 2 plus 3 into 2. This is equal to 8 or is equal to 8. So this is 4 plus 6 is equal to 8. It is 10 is equal to 8. We know this is a wrong statement. So x is equal to 2 and y is equal to 2 will not satisfy this equation. So x is equal to 2 and y is equal to 2 is not a solution of this equation. അപ്പോൾ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുക. ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം നമ്പർ വരുമ്പോഴാണ് നമ്മൾ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ചില എക്സും വൈയും തന്നിട്ട് ചെക്ക് വെദർ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ നമുക്ക് ചോദിക്കാം. സോ നമ്മൾ എക്സിനും വൈക്കും പകരം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ വേറെ വേരിയബിൾ വെച്ചുകൊണ്ട് നമുക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നമുക്ക് അവിടെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ സൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ 2 സൊല്യൂഷൻസ് എന്നല്ല പറയാം. ഇറ്റ്സ് എ സിംഗിൾ സൊല്യൂഷൻ. ഇത് പെയർ ഓഫ് സൊല്യൂഷൻ ആണ് വരിക. എക്സിന്റെ വാല്യൂ ആൻഡ് വൈന്റെ വാല്യൂ. ഇറ്റ്സ് എ സിംഗിൾ സൊല്യൂഷൻ. ഇത് ഒരു സൊല്യൂഷൻ മാത്രമാണ്. എക്സിന് 1 വൈക്ക് 2 ഉണ്ട്. അപ്പോൾ 2 സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കരുത്. ദർ ഇസ് ഓൺലി 1 സൊല്യൂഷൻ. എക്സ് ഇസ് ഇക്വൽ ടു 1 ആൻഡ് വൈ ഇസ് ഇക്വൽ ടു 2. Okay, it's a pair of solution, value of x and y. Clear? Okay, normally ഒരു pair of 2 variable linear equation normally ഒരു സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. അതിലധികം സൊല്യൂഷൻ ഉള്ള കേസും സൊല്യൂഷൻ ഇല്ലാത്ത കേസും ഒക്കെ ഉണ്ട്. നമുക്ക് അതിനെ പരിചയപ്പെടാം. Now ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് നമുക്ക് വരാം. ഫോർ എക്സാമ്പിൾ, there are 2 lines or 2 equations, pair of 2 variable linear equations. a1x plus b1y is equal to c1. Next, a2x plus b2y is equal to c2. Here the coefficient of x is a1 and a2 and y, that is b1 and b2. The constant term are c1 and c2. ഈ 2 variable linear equation കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 വേരിയബിൾ ലീനിയർ ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം സൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില എക്സ്ട്രാ ഐഡിയാസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, the first one. Okay, first one. If a1 by a2 is not equal to b1 by b2. a1 by a2 is not equal to b1 by b2. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു സൊല്യൂഷൻ എക്സിനൊരു വാല്യൂം വൈക്കൊരു വാല്യൂവും കിട്ടും. ഇഫ് a1 by a2 is not equal to b1 by b2, then there is a unique solution. Clear? Okay. Next, the second one. If a1 by a2 is equal to b1 by b2 is equal to c1 by c2. കറസ്പോണ്ടിങ് കോയഫിഷ്യന്റുകളുടെ റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ ഇൻക്ലൂഡിങ് ദ കോൺസ്റ്റന്റ് ടേം, അങ്ങനെയാണ് എങ്കിൽ അവിടെ യുണീക്ക് സൊല്യൂഷൻ അല്ല, അവിടെ ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. ഇതിനെ എങ്ങനെയെന്നുള്ള നമുക്ക് വേറെ പറയാം, അവിടെ ശ്രദ്ധിക്കാം. സോ 2 കേസ് പറഞ്ഞു. ഒന്ന് യുണീക്ക് സൊല്യൂഷൻ, രണ്ടാമത്തെ ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷൻ. Then the third and final case, if a1 by a2 is equal to b1 by b2 but it is not equal to c1 by c2. എക്സിന്റെയും വൈന്റെയും കറസ്പോണ്ടിങ് കോയഫിഷ്യന്റുകളുടെ റേഷ്യോ ഈക്വൽ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ കോൺസ്റ്റന്റ് ടേംസ്. Then there is no solution. No solution. These are the 3 conditions or 3 cases for the solution of the pair of 2 variable linear equation. 2 equations ഉണ്ടെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ വരാം. യുണീക്ക് സൊല്യൂഷൻ മീൻസ് എക്സിന് ഒരു വാല്യൂ വൈക്ക് ഒരു വാല്യൂ. ചില സിറ്റുവേഷനിൽ ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷൻ വരാം, ചില സിറ്റുവേഷനിൽ നോ സൊല്യൂഷൻ വരാം. ഈ 2 സിറ്റുവേഷനിലും സൊല്യൂഷൻ ഉണ്ട്.
ഇവിടെ ഒരു സൊല്യൂഷനാണ്, ഇവിടെ ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷനാണ്. അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ പറയാറുള്ളത് ദേ ആർ കൺസിസ്റ്റന്റ് എന്നാണ്. കൺസിസ്റ്റന്റ്. ഓക്കെ, കൺസിസ്റ്റന്റ് ആണ്, ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണ്. ഈ കേസിലും കൺസിസ്റ്റന്റ് ആണ്. എന്നാൽ ഈ കേസിൽ സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് ആസ് യൂഷ്വൽ ഇൻകൺസിസ്റ്റന്റ് എന്നാണ്. ഇൻകൺസിസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ഉള്ള രണ്ട് സിറ്റുവേഷൻ, യൂണിക് സൊല്യൂഷൻ ഓർ ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷൻ, ഇൻ ദാറ്റ് സിറ്റുവേഷൻ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ കൺസിസ്റ്റന്റ്. അതർവൈസ് ഇൻ ദ കേസ് ഓഫ് നോ സൊല്യൂഷൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ്. സോ ദിസ് ഇസ് ദ 3 സ്റ്റേറ്റ്സ് ഓഫ്, അല്ലെങ്കിൽ പിന്നെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. A1/A2 is not equal to B1/B2 ആണെങ്കിൽ then there is unique solution. A1/A2 is equal to B1/B2 is equal to C1/B2 ആണെങ്കിൽ that is C1/C2 ആണെങ്കിൽ infinitely many solution. In both these two situations it is consistent in the case of equations. And the third situation, if A1/A2 is equal to B1/B2 but it is not equal to C1/C2, then we can say that there is no solution, that is inconsistent. It's a very important point. Examine എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഗ്രാഫിക്കൽ മീനിങ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഒരു 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എവറി 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ വിൽ റെപ്രസെന്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഏത് 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ എടുക്കുകയാണെങ്കിലും അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2x പ്ലസ് 3y is equal to 7 എന്ന് പറയുന്ന ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ അത് XY കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മേ ബി ഇങ്ങനെയുള്ള ഒരു ലൈൻ ആയിരിക്കാം. മേ ബി, ഞാൻ ജസ്റ്റ് ഗസ് ചെയ്താണ്, ഇങ്ങനെയുള്ള ലൈൻ ആയിരിക്കാം. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആൻഡ് എവറി പോയിന്റ് ഓൺ ദിസ് സ്ട്രെയിറ്റ് ലൈൻ വിൽ ബി ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. That's very important. Every point on this straight line will be the solution of this equation. ഈ സ്ട്രെയിറ്റ് ലൈൻ മേലുള്ള ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റ് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും. ക്ലിയർ? 1 പോയിന്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ പറഞ്ഞു എവറി 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ വിൽ റെപ്രസെന്റ് എ സ്ട്രെയിറ്റ് ലൈൻ. Then what about the pair of lines? For example, consider 2 lines. Okay, consider 2 lines. One is 2x plus 3y is equal to 7 and another one is 3x plus 4y is equal to 10. Consider these 2 lines. For 2 lines, in the case of graph, നമുക്ക് അവിടെ 2 ലൈൻസ് എടുക്കുന്ന സമയത്ത് ഗ്രാഫിൽ 3 ഡിഫറെന്റ് പൊസിഷൻസ് ഉണ്ട് 2 ലൈനിന്റെ കാര്യത്തിൽ. ഒന്ന് ശ്രദ്ധിക്കാം, 2 ലൈൻസ് ചിലപ്പോൾ ഇങ്ങനെ വരാം. 2 ലൈൻസ് ഇങ്ങനെ വരാം. Let it be the line L1 and let it be the line L2. ഈ 2 ലൈനും ഒരു പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി 2 ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ആക്ച്വലി ആ 2 ഇക്വേഷന്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ പെയർ ഓഫ് ലൈൻസിന് പെയർ ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. Actually, the solution will be the intersecting point of 2 lines in XY coordinate system or in graph. ഗ്രാഫിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ആക്ച്വലി സൊല്യൂഷൻ എന്ന് പറയുന്നത്. That's very important. Okay, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സൊല്യൂഷൻ ഓഫ് ദി പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഗ്രാഫിൽ 2 ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് they may meet at a point, a single point, intersect at a point. ഒരു പോയിന്റിൽ അവർ ഇന്റർസെക്റ്റ് ചെയ്യാം. ആൻഡ് ദർ ഇസ് അനദർ കേസ്, മേ ബി ദേ ക്യാൻ ട്രാവൽ ലൈക്ക് ദിസ്. ലെറ്റ് ഇറ്റ് ബി ദ ഫസ്റ്റ് ലൈൻ L1 ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് ലൈൻ L2. This is L1 and this is L2. Here what happened to L1 and L2? Both coincides. ഒരു ലൈൻ മറ്റേ ലൈനിന്റെ മുകളിൽ കോയിൻസൈഡ് ചെയ്തു. ഓക്കെ, ഒരു ലൈൻ മറ്റൊരു ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്തു. അങ്ങനെ വരാം. ചിലപ്പോൾ 2 ലൈൻ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് 2 ലൈനും സെയിം ലൈനായി മാറുക. ഓക്കെ, ഒരു ലൈൻ മറ്റൊരു ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുക.
അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഈസ് ദ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു. ഹിയർ ലുക്ക് അറ്റ് ദി ലൈൻസ് L1 and L2. ഇവിടെ എല്ലാ പോയിന്റിലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അവർ അല്ലേ. സോ അവിടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റുകളുടെ നമ്പർ എത്ര സ്ഥലത്ത് അവർ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്? There are infinitely many points. So every intersecting point is a solution. So in this case there are infinitely many solutions. Here this is unique solution. There is only one point. Okay, there is only one intersecting point, but in this case there are infinitely many intersecting points, or each and every point of a line is an intersecting point. Okay, so here there are infinitely many solutions. This is the second stage for the lines, pair of lines in a graph, XY coordinate system. Then we can go to the third stage. Okay, or third stage. That is, a line can travel like this. Let it be the line L1, and second line like this. This is L2. What happened to these two lines? Here I mean these two lines are parallel. ഈ രണ്ട് ലൈൻസും ഇവിടെ പാരലൽ ആണ്. സോ ഇവർ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സൊല്യൂഷൻ എന്നുള്ളത്. പക്ഷേ ഈ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. സിൻസ് ദേ ആർ പാരലൽ, സോ ദർ ഇസ് നോ സൊല്യൂഷൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ നേരത്തെ ഇവിടെ ഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിനോട് നമുക്ക് ഒന്നുകൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ലൈൻസിന്റെ കാര്യത്തിലാണെങ്കിൽ യുണീക് സൊല്യൂഷൻ വരുന്ന ലൈൻസ് എന്ന് പറഞ്ഞാൽ അവർ ഒരു പോയിന്റിൽ ആ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യും. രണ്ട് ലൈൻസ് L1 എന്ന് പറയുന്ന ലൈനും L2 എന്ന് പറയുന്ന ലൈനും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ഒരു പോയിന്റിൽ അവർ മീറ്റ് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും. If there is infinitely many solution, that is A1 by A2 is equal to B1 by B2 is equal to C1 by C2. Here the both lines are coincide. ഇവിടെ L1 എന്ന് പറയുന്ന ലൈനും L2 എന്ന് പറയുന്ന ലൈനും രണ്ടും സെയിം ആയിരിക്കും. രണ്ട് ലൈനും കോയിൻസൈഡ് ചെയ്യും. Here there is infinitely many solution. And the third one, no solution. നോ സൊല്യൂഷൻ വരുന്ന കേസിൽ രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കും. ഓക്കെ, L1 എന്ന് പറയുന്ന ലൈനും L2 എന്ന് പറയുന്ന ലൈനും പാരലൽ ആയിരിക്കും. സോ ഗ്രാഫിക്കൽ മീനിങ് കൂടി കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. സോ ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ ഒരു ഞാൻ ടേബിളും വരച്ചിട്ടില്ല. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. സോ കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, അതായത് യുണീക് സൊല്യൂഷൻ ആവുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആണ്. അവിടെ രണ്ട് ലൈൻസ് എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. സോ ദാറ്റ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഈസ് അവർ സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ് ആവുന്ന സമയത്ത് അവിടെ A1 by A2 is equal to B1 by B2 is equal to C1 by C2 വരും. അവിടെ എന്ന് വെച്ചാൽ രണ്ട് ലൈൻസും കോയിൻസൈഡ് ചെയ്യും. ഒരു ലൈൻ മറ്റേ ലൈനിന്റെ മുകളിൽ വരും. മൂന്നാമത്തെ സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ളത് A1 by A2 is equal to B1 by B2 but it is not equal to C1 by C2. Here the no solution, inconsistent ആണ്. And that situation two lines will be parallel to each other. Okay, രണ്ട് ലൈൻസും പാരലൽ ആയിട്ട് മൂവ് ചെയ്യും. ക്ലിയർ ആണല്ലോ? Then next method നമ്മൾ പഠിച്ചിട്ടുള്ള how to solve a quadratic pair of linear equation എന്നുള്ള കാര്യം. എങ്ങനെയാണ് pair of equations സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം. സോൾവ് ചെയ്യാൻ നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി 3 മെത്തേഡ് ഉണ്ട്. ഗ്രാഫ് അടക്കം 4 മെത്തേഡ്സ് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഫൈൻഡ് ചെയ്യുക എന്നുള്ള കാര്യം. നമുക്ക് ഏതായാലും ഗ്രാഫ് വരയ്ക്കാൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കില്ല എന്ന് നമുക്ക് ഏതായാലും പറയാം. ഓക്കെ, പക്ഷേ ഗ്രാഫിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഗ്രാഫിൽ ആരാണ് സൊല്യൂഷൻ എന്ന് കൃത്യമായി പറയാൻ കഴിയണം. ഓക്കെ, രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് വിൽ ബി അവർ സൊല്യൂഷൻ ഫോർ ദ പെയർ ഓഫ് ഇക്വേഷൻസ്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ സെക്കൻഡ് മെത്തേഡ് ഈസ് എലിമിനേഷൻ മെത്തേഡ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡും അറിഞ്ഞിരിക്കണം അറൗണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോൾവ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റു പല പർപ്പസും നമുക്ക് അതിനോട് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കൺസിഡർ ടു ഇക്വേഷൻസ് ലൈക്ക് എക്സ് പ്ലസ് 2y is equal to 5 and another equation 2x plus 3y is equal to 2x plus 3y is equal to 8. Consider these two equations. By elimination method, elimination method ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഹിയർ വി വാണ്ട് ടു എലിമിനേറ്റ് വൺ ഓഫ് ദി വേരിയബിൾ. ഓക്കെ, ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം.
വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കണം. For example, here the coefficient of x is 1, here it is 2. Here the coefficient of y is 2, but here it is 3. So we can equate the coefficient of x in these two equations by multiplying the equation number 1 by 2. Number 2. Equation number 1 നെ ഞാൻ 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ what will happen? അവിടെ നമുക്ക് പറയാം entire equation നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. So the x will become 2x. Next 2y will become 4y. Next 5 will become 10. Take it as equation number 3 since it's another equation. Okay, ഞാൻ entire equation 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. 2x ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 4y, അവിടെ 5 നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 10. Now we can take the second equation, that is 2x plus 3y is equal to 8. This is our second equation. Now look at this, the coefficient of x are equal in the both equations. Okay, now we can eliminate one variable, that is eliminate x by using equation number 3 minus equation number 2. And equation number 2 നെ equation number 3 ൽ നിന്ന് subtract ചെയ്തു. Then look at this, 2x minus 2x will become 0. Next 4y minus 3y. 4y minus 3y will become just y is equal to 10 minus 8. That 10 minus 8 means 2. So we can say that y is equal to 2. So now we have the value of one variable, that is y. In this case it is y. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ആക്ച്വലി എലിമിനേഷൻ മെത്തേഡ്. ഇവിടെ y മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് x ഓൾസോ. അതെങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് y ഇൻടു എനി വൺ ഓഫ് ദി ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ഓർ ഇക്വേഷൻ നമ്പർ 3, എനിത്തിങ്, എനി വൺ ഓഫ് ദം. സോ ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക. ഇക്വേഷൻ നമ്പർ 1 ഇറ്റ് ഇംപ്ലൈസ്, സോറി ഇക്വേഷൻ നമ്പർ 1 ഇറ്റ് ഇംപ്ലൈസ് x plus 2y. X plus 2y, 2 into y means 2 is equal to 5. So x is equal to 5 minus 4, that is equal to 1. X ന്റെ വാല്യൂ കിട്ടി, y ന്റെ വാല്യൂ കിട്ടി. This method is called elimination method. Okay, we can solve the value of we can solve the equation by eliminating one of the variable. Okay, so അതിനുള്ള മെത്തേഡ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Now we can go to the next method, that is substitution method. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എക്സിൻ്റെയോ അല്ലെങ്കിൽ വൈൻ്റെയോ വാല്യൂ ഫൈൻഡ് ചെയ്യുക. എക്സ് ഈസ് ഈക്വൽ ടു സംതിങ് ഓർ വൈ ഈസ് ഈക്വൽ ടു സംതിങ്. ഓക്കെ, ഹിയർ വി ക്യാൻ യൂസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഞാൻ ഇക്വേഷൻ നമ്പർ 1 നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എഴുതി ഫ്രം ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു എഴുതണമെങ്കിൽ ഈ 2y റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ ദാറ്റ് ഈസ് 5 മൈനസ് 2y. എക്സ് ഇസ് ഈക്വൽ ടു 5 മൈനസ് 2y. ഇവിടെ ഞാൻ ചെയ്തത് ഇത്രയാണ്, ഒരു ഇക്വേഷനിൽ നിന്ന് വൈൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്തു ഓർ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഏതായാലും പ്രശ്നമല്ല, ഞാൻ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്തു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ദിസ് എക്സ് ഇൻ ടു ദ സെക്കൻഡ് ഇക്വേഷൻ. ഒരിക്കലും ഒരു ഇക്വേഷൻ കിട്ടിയത് അതേ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, പകരം മറ്റൊരു ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹിയർ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ടു ദ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, സോ ഞാനിവിടെ സെക്കൻഡ് ഇക്വേഷനിലേക്കാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എന്താ ഹാപ്പൻ ചെയ്യുക? സെക്കൻഡ് ഇക്വേഷൻ മീൻസ് ദാറ്റ് ഈസ് 2x. എക്സ് മീൻസ് 5 മൈനസ് 2y. Okay, x means 5 minus 2y. Okay, 5 minus 2y. ഞാൻ സെക്കൻഡ് ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, 2 into 5 minus 2y plus 3y. 3y is equal to 8 എന്നായിട്ട് മാറി. 2 into 5 minus 2y plus 3y is equal to 8. Then bracket expand ചെയ്ത് കഴിഞ്ഞാൽ 2 into 5 means 10 minus 2 into 2y means 4y plus 3y is equal to 8 എന്നായിട്ട് മാറി. ഇവിടെ ആകെ ഒറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ. Now this is minus 4y plus 3y, that is minus y. That is 10 minus y is equal to 8. Minus y is equal to 8 minus 10, that is minus 2. So y is equal to positive 2. Y ന്റെ വാല്യൂ പോസിറ്റീവ് 2 എന്ന് കിട്ടി. ഇങ്ങനെയും നമുക്ക് ഒരു വേരിയബിളിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ഒരു വേരിയബിളിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻടു എനി വൺ ഓഫ് ദി ഇക്വേഷൻ, then we can find the value of x or the second variable. നേരത്തെ ചെയ്ത അതേപോലെ. This method is called substitution method. സിൻസ് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ട് സെക്കൻഡ് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്, അതുകൊണ്ടാണ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇത്രയുമാണ് ആക്ച്വലി ഈ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് ഉള്ളത്. പിന്നെ റെഡ്യൂസിബിൾ ഇൻ ടു പെയർ ഓഫ് 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ്റെ കോൺസെപ്റ്റ് കൂടിയുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഏകദേശം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആക്ച്വലി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാമെന്നറിയാം. അതിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ മേലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Look at the first question. If in the equation x plus 2y is equal to 10, the value of y is 6, then the value of x will be.
It's a very basic level question. Either we have an equation that is x plus 2y is equal to 10. Here we have a clue that the value of y is equal to 6. Y value is 6. Then here we want to find the value of x. To find the value of x, we can substitute the value of y as 6 in this equation. നേരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. എന്താ കിട്ടുക? ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 into 6 is equal to 10. 2 into 6 means 12. So x is equal to 10 minus 12, that is minus 2. So minus 2 is the correct answer. So we have the value of x, that is minus 2. Option A is the correct one. Now we can go to the second question. The pair of linear equations 9x plus 10y minus 14 is. Okay, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മിസ്സിംഗ് ആണ്. തൽക്കാലം ഞാൻ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു. ഓക്കെ, ഒരു ഇക്വേഷൻ മിസ്സിംഗ് ആണ് കേട്ടോ. ഒരു ഇക്വേഷൻ മിസ്സിംഗ് ആണ്. Okay, next question. Graphically, the pair of equations 6x minus 3y plus 10 is equal to 0 and 2x minus y plus 9 is equal to 0 represent two lines which are intersecting at exactly one point, intersecting at exactly 2 point, coincident and parallel. ഇതെന്തായാലും pair of line കാര്യത്തിൽ happen ചെയ്യില്ല. രണ്ട് പോയിന്റിൽ ഒരിക്കലും ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യില്ല. ഓക്കെ, ഒരു ലൈൻ ഇങ്ങനെ വരികയാണെങ്കിൽ മറ്റേ ലൈൻ ഇങ്ങനെ വരില്ലല്ലോ. സ്ട്രെയിറ്റ് ലൈൻ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ഒരിക്കലും ഇങ്ങനെ വരില്ല. രണ്ട് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യില്ല. ഒന്നെങ്കിൽ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്. ഇനി ഗ്രാഫിൽ ഇത് എങ്ങനെ വരികയെന്നാണ് നോക്കേണ്ടത്. അത് നോക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ്. which one? this one. ഓക്കെ, അതായത് ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ a1 by a2 must be not equal to b1 by b2. ഓക്കെ, ഇൻഫിനിറ്റ്ലി മെനി പോയിന്റിൽ മീറ്റ് ചെയ്യണമെങ്കിൽ a1 by a2 is equal to b1 by b2 is equal to c1 by c2. അവർ മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പാരലൽ ലൈൻസ് ആണെങ്കിൽ a1 by a2 is equal to b1 by b2 but it is not equal to c1 by c2. സോ ഇതിൽ ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരം ഒരു ക്വസ്റ്റ്യൻ ആണ്. Now we have the equations are 6x minus 3y, 6x minus 3y plus 10 is equal to 0. ഞാൻ ആദ്യം ഈ കോൺസ്റ്റന്റിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, പ്ലസ് 10 is equal to 0 ഞാൻ കോൺസ്റ്റന്റിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം നിർബന്ധമല്ല. രണ്ട് ഇക്വേഷനിലും കോൺസ്റ്റന്റ് ഒരേ സൈഡിലായാൽ മതി. രണ്ട് ഇക്വേഷനിലും കോൺസ്റ്റന്റും ഒരേ സൈഡിലായിരിക്കണം. എക്സും വൈയും ഒരേ സൈഡിലായിരിക്കണം, കോൺസ്റ്റന്റ് ഒരേ സൈഡിലായിരിക്കണം. രണ്ട് ഇക്വേഷൻ ഒരേപോലെ വരണം എന്നേ ഉള്ളൂ. ഞാൻ ഏതായാലും നോർമൽ ഒരു സ്റ്റാൻഡേർഡ് ഫോമിന് വേണ്ടിയിട്ട് 2x minus y കോൺസ്റ്റന്റിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് തട്ടി, ദാറ്റ് ഈസ് minus 9. Okay, now we can find the value of a1 by a2. a1 by a2 means the coefficient of x in the both equation, that is 6 by 2. 6 by 2, that is equal to 3. a1 by a2. Next, b1 by b2, that is the ratio of the coefficient of y. Ratio of the coefficient of y, that is minus 3 divided by minus 1. Here it is minus 3 and here it is minus 1. Minus 3 by minus 1, that is 3. Okay, next finally c1 by c2. c1 by c2 ന്റെ വാല്യൂ നോക്കാം. c1 by c2 means constant ആണ്, that is minus 10 by minus 9. Minus 10 by minus 9 is equal to just 10 by 9. It is not equal to 3. So here we can say that a1 by a2 is equal to b1 by b2 but it is not equal to c1 by c2. a1 by a2 b1 by b2 3 ആണ്, പക്ഷേ c1 by c2 3 അല്ല. So here we can say that this is the third case, so they are parallel. Okay, so that is option D, parallel lines. Okay, now we can go to the next question. If a pair of linear equation is consistent, okay, pair of linear equation consistent ആണെങ്കിൽ then the lines will be, line എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പാരലൽ ഒരിക്കലും അല്ല. കാരണം കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈനിന്റെ കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് വേണം. പാരലൽ ലൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ടാവില്ല. നെക്സ്റ്റ്, ഓൾവേസ് കോയിൻസിഡന്റ്, അതുമല്ല. കാരണം നമുക്ക് വരാവുന്ന 3 സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യാം, അല്ലെങ്കിൽ പരസ്പരം കോയിൻസൈഡ് ചെയ്യാം, അതുമല്ലെങ്കിൽ പാരലൽ ആവുക. ദീസ് ആർ ദി 3 സിറ്റുവേഷൻസ്. ഓക്കെ, ഇവിടെയും കൺസിസ്റ്റന്റ് ആണ്, ഇവിടെയും കൺസിസ്റ്റന്റ് ആണ്. ഹിയർ ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ്. സോ കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ ഇന്റർസെക്റ്റഡ് പോയിന്റും വരാം, അല്ലെങ്കിൽ കോയിൻസിഡന്റും വരാം. ഓൾവേസ് കോയിൻസിഡന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. നെക്സ്റ്റ്, ഇന്റർസെക്റ്റിംഗ് ഓർ കോയിൻസിഡന്റ്, ദാറ്റ്സ് പെർഫെക്റ്റ്. ഇന്റർസെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യാം. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Okay, now we can go to the next one. The value of k for which the system of linear equations x plus 2y is equal to 3, 5x plus ky plus 7 is equal to 0 is inconsistent is എന്നാ പറഞ്ഞിട്ടുള്ളത്.
is inconsistent. What about this inconsistency? Appa rendu lines inconsistent ava. We know two lines are said to be inconsistent if A1 by A2 is equal to B1 by B2 but it is not equal to C1 by C2. This is the inconsistency. Okay, so now we can find the value of K using this clue. Here this is inconsistent. So A1 by A2 is equal to B1 by B2. What is A1 by A2? That is the coefficient of x in the both equation, ratio 1 by 5. Here the coefficient of x is 1, here it is 5. Should be equal to the ratio of the coefficient of y. That is, here it is 2 divided by here this is k. So 2 by k. 1 by 5 should be equal to 2 by k. Then just cross idoka. K into 1, that is k. Is equal to 5 in angada cross idal, 5 into 2, that is equal to 10. So the value of k is 10. Okay, അപ്പോൾ അത്തരം മൂന്ന് സിറ്റുവേഷൻസ് കൃത്യമായി പഠിച്ചിരിക്കണം. ഇൻകൺസിസ്റ്റൻസിൻ്റെത്, അതേപോലെ തന്നെ ദാറ്റ് മീൻസ് നമുക്ക് പാരലൽ ലൈൻസ് വരുന്നത് അല്ലെങ്കിൽ നോ സൊല്യൂഷൻ വരുന്നത്. കൺസിസ്റ്റൻസിൻ്റെ രണ്ട് സിറ്റുവേഷൻ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന കാര്യം, അവിടെയാണെങ്കിൽ നമുക്ക് യുണീക് സൊല്യൂഷൻ, അടുത്തത് ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷൻ കോയിൻസൈഡ് ചെയ്യുന്ന കാര്യം കൃത്യമായി പഠിച്ചിരിക്കണം. കണ്ടീഷൻ. നെക്സ്റ്റ്, the value of k for which the system of equations x plus 2y minus 4 is equal to 0 and 2x plus ky is equal to 3 has no solution is. No solution എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകൺസിസ്റ്റന്റ് ആണ്. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. No solution means inconsistent. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Here A1 by A2 is equal to B1 by B2 is not equal to C1 by C2. Okay, C1 by C2. C1 by C2. So here A1 by A2 means the ratio of the coefficient of x, that is 1 by 2. B1 by B2 is the ratio of the coefficient of y, that is 1 by k. So here we can say that 1 by 2 must be equal to 1 by k. Okay, 1 by 2 must be equal to 1 by k. ഇവിടെ C1 by C2 എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇതോടുകൂടി k ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ജസ്റ്റ് ക്രോസ് ചെയ്താൽ k is equal to 2 എന്ന് കിട്ടും. k into 1, that is k, is equal to 2 into 1, that is 2. k is equal to 2. So it's a simple question. Option D is the correct answer. It's also from Cbse 2020, previous year question. Next question. The pair of equations y is equal to 0 and y is equal to minus 7 has. Okay, it's a variety type question. Every two variable linear equation will represent a straight line. Every two variable linear equation will represent a straight line. നമുക്കറിയാം ഏത് ടു വേരിയബിൾ ലീനിയർ ഇക്വേഷൻ എടുത്താലും ഒരു സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യും. Then what happened to a single variable? ഒരു വേരിയബിൾ മാത്രമുള്ളാണെങ്കിൽ എന്താ ഹാപ്പൻ ചെയ്യാം? ഗ്രാഫിക്കലി ഓർ ഇൻ XY കോർഡിനേറ്റ് സിസ്റ്റം, XY കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, XY കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കാം y is equal to a number, ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ഇക്വേഷൻ തന്നാൽ, ഫോർ എക്സാമ്പിൾ ഇൻ ഹിയർ ദിസ് ഇസ് ലെറ്റ് ഇറ്റ് ബി y is equal to 2, y is equal to 2 എന്ന് പറയുന്ന ലൈൻ തന്നാൽ, that line will be let it be 1 and this is 2. Okay, that line will be like this one. Okay, this is the line y is equal to 2. y is equal to 2. y is equal to ഒരു നമ്പർ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ y വാല്യൂ ആ നമ്പർ ആകുമ്പോൾ y ആക്സസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ, y വാല്യൂ ആ നമ്പർ ആകുമ്പോൾ y ആക്സസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ. Another one, let it be another equation, y is equal to 3. In that situation the line will be like this. y value 3 ആകുമ്പോഴുള്ള ഒരു പെർപെൻഡിക്കുലർ ലൈൻ. Okay, let another one, y is equal to minus 1. That line will be like this one. Y value minus 1 ആകുമ്പോൾ ഒരു perpendicular line. These are the lines for the corresponding equation y is equal to a constant. Clear? Then what happened when x is equal to a constant? x is equal to ഒരു കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞതെങ്കിൽ ശ്രദ്ധിച്ചോളൂ, x is equal to ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നതെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ കൺസിഡർ എ ലൈൻ x is equal to 2. x is equal to 2 ആണെങ്കിൽ ഇവിടെ 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ കറസ്പോണ്ടിങ് ലൈൻ.
Okay, x-axis in a perpendicular, the perpendicular to feel in the okay, x-axis in a perpendicular line. Okay, at x is equal to 2. Next, another one, x is equal to minus 5. Let it be the point minus 5. X value minus 5. X value minus 5 ആകുമ്പോൾ perpendicular line. അതാണ് ആ ലൈൻ ഉണ്ടാവുക. This is the line x is equal to minus 5. Clear? അപ്പോൾ x is equal to some number എന്നാണെങ്കിൽ x axis perpendicular ആയിരിക്കും. Y is equal to some number എന്നാണെങ്കിൽ y axis perpendicular ആയിരിക്കും. Clear? ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. Now we can solve this question. നോക്കാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. Okay. Now here question പറഞ്ഞിട്ടുള്ളത് there are two lines. One is y is equal to 0. Another one y is equal to minus 7. Okay, y is equal to 0. Another one y is equal to minus 7. ഞാൻ ആദ്യം x axis and y axis വരച്ചു. Y is equal to minus 7 will be here. This, let it be the point minus 7. Okay. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ലൈൻ ഉണ്ടാവില്ല എങ്ങനെയായിരിക്കും minus 7 ലുള്ള ഇങ്ങനെ ഒരു ലൈൻ. This is the line y is equal to minus 7. ഞാൻ നേരത്തെ പറഞ്ഞു y value is equal to y is equal to ഒരു കോൺസ്റ്റന്റ് തന്നാൽ അത് y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ ലൈൻ ആയിരിക്കും at that point. Okay. Now here we have y is equal to minus 7. So y value minus 7 ആവുമ്പോൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ. Then consider another one, y is equal to 0. That's also a line like this, or equation like y is equal to a constant. That line will be perpendicular to the y-axis at that point. At that point means y is equal to 0. So y is equal to 0 is the point here. So this line will be a perpendicular line through y is equal to 0. So this is the line, or this is x-axis. Actually, y is equal to 0 is the equation of x-axis. Okay, but that's important. But just to മനസ്സിലാക്കി വെക്കുക. Y-axis, y is equal to 0 എന്നുള്ള x-axis equation. So whatever it may, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. The pair of equations, these two lines, what happened here? These two lines are parallel. And we know the solution of a pair of equation is the intersecting point. But since these two lines are parallel, there is no intersecting point, so there is no solution. Okay, so option D is the correct answer. No solution. Okay, now we can go to the next one. The pair of equations x is equal to a and y is equal to b. Yes, x is equal to a and y is equal to b. Graphically represent line which are. Okay, നമുക്കൊന്ന് ഗ്രാഫ് വരച്ചു നോക്കാം. Let this is x axis and y axis. Okay, and consider a point a. Consider a point a here. Okay, let it be the point a. A എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. And consider another point b on the y axis. This is b. Okay, now x is equal to a. The line x is equal to a will be like this. ഞാൻ നേരത്തെ പറഞ്ഞു x is equal to a number ആണെങ്കിൽ നമ്മൾ പറഞ്ഞു that will be a straight line or perpendicular line to the x axis. Okay, at that point a. And another one, x is equal to b. X is equal to b, a straight line that is perpendicular to the y axis through b. So this is the line x is equal to a, and this is y is equal to b. Y is equal to b. Okay, what happened here? There is an intersecting point, right? There is an intersecting point. Okay, so there is a parallel option. Option A, parallel is wrong. Intersecting and the coincident is wrong. Intersecting എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. So ഏത് പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? At this point. This point means x coordinate is a and y coordinate is b. So they will meet or intersect at the point a comma b. So option D is the correct answer. Simple one. Now another one. For which values of p will the line represented by the following pair of linear equations be parallel? Okay. നമ്മളോട് പറഞ്ഞത് p ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് such that the solutions or the lines are parallel എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈൻസ് പാരലൽ ആണ്. എപ്പോഴാ ലൈൻസ് പാരലൽ ആവുക? നോ സൊല്യൂഷൻ വരുമ്പോൾ. എപ്പോഴാ നോ സൊല്യൂഷൻ വരിക? ഓക്കെ, നോ സൊല്യൂഷൻ എപ്പോഴാ വരിക? നോ സൊല്യൂഷൻ മീൻസ് a1 by a2 is equal to b1 by b2 is not equal to c1 by c2. This is the condition for parallel lines, or this is the condition for no solution. Okay, now here the a1 by a2 means the ratio of the coefficient of x in the both equations, that is 3 by 6. 3 by 6 is equal to
y in the coefficient, that is minus 1 by minus 2, that is not equal to a constant term. Constant term പറയുമ്പോൾ രണ്ട് സ്ഥലത്തും ഇക്വേഷനിൽ ഒരേ സൈഡിലായിരിക്കണം. ഒന്നിൽ റൈറ്റ് സൈഡിലും ഒന്നിൽ ലെഫ്റ്റ് സൈഡിലും ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് രണ്ടിനും ഒരു സൈഡിലേക്ക് മാറ്റണം. Here both constants are left side of the equation, so നമുക്ക് എടുക്കാൻ പ്രശ്നമില്ല. That is minus 5 by minus p. Here we want to find the value of p, so ഇത് നമുക്ക് തൽക്കാലം വേണ്ട, ഇത് രണ്ടും മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതും ഇതും എടുക്കാം, p ഉള്ളതും p ഇല്ലാത്തതും എടുക്കാം. Now we can consider these two. This is 1 by 2. 1 by 2 is not equal to രണ്ട് നെഗറ്റീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 by p. ഓക്കെ, സോ p അങ്ങോട്ട് കൊണ്ടുപോയി 2 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ p is not equal to 2 into 5, that is 10 എന്ന് പറയാം. p is not equal to 10. p 10 ആകാൻ പറ്റില്ല. So option A, all real values except 10. So that is the correct answer. All real values except 10. 10 അല്ലാത്ത എല്ലാ നമ്പേഴ്സിനും p not equal to 10. Simple one. Okay, another one. If the lines given by 3x plus 2ky is equal to 2 and 2x plus 5y is plus 1 is equal to 0 are parallel, then the value of k is. K ന്റെ value ചോദിച്ചിട്ടുള്ളത്. So we have two equations. One is 3x plus 2ky is equal to 2. Another one 2x plus 5y is equal to minus 1. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഇക്വേഷനിൽ കോൺസ്റ്റന്റ് റൈറ്റ് സൈഡിലാണ്, ഇൻ ദ സെക്കൻഡ് ഇക്വേഷൻ കോൺസ്റ്റന്റ് ഇസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ. അങ്ങനെ ചെയ്യരുത്, രണ്ടും ഒരേ സൈഡിലായിരിക്കണം. ഹിയർ ദേ ആർ പാരലൽ എന്നാണ് പറഞ്ഞത്. അതാണല്ലോ നമ്മൾ കുറേ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാരലൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് a1 by a2 is equal to b1 by b2 is equal to c1 by c2. Sorry, is not equal to c1 by c2 in the case of parallel lines. So here we can say that a1 by a2 means 3 by 2. b1 by b2 means 2 by 5. Okay, 2 by 5. Sorry, 2k by 5. Okay. നമുക്ക് എന്തിന് ആവശ്യം വരുന്നില്ല, കോൺസ്റ്റന്റ് ടേമിൻ്റെത് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം കെ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. കെ ഉള്ള ഒരു ടേമും കെ അല്ലാത്തൊരു ടേമും വെച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, നൗ നമ്മളെങ്ങനെ സോൾവ് ചെയ്യുന്നത് വെച്ചാൽ 5 അങ്ങോട്ട് കൊണ്ടുപോയി 2 അങ്ങോട്ട് കൊണ്ടുപോയി. സോ 5 അങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ 3 into 5 വരും, into 2 അങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ by 2 വരും. 2 into 2 that is equal to k. ഓക്കെ, കെൻ്റെ വാല്യൂ എങ്ങനെ കിട്ടി? ദാറ്റ് ഈസ് 15 by 4. 15 by 4, that is option C is the correct answer. 15 by 4. Okay, another one. The pair of equations x is equal to 0 and x is equal to minus 4 has. Okay, pair of equations x is equal to 0 and x is equal to minus 4. നമ്മൾ നേരത്തെ പറഞ്ഞു x is equal to a constant. ആദ്യം x is equal to minus 4 എടുക്കാം. x is equal to minus 4. Minus 4 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ടെങ്കിൽ this is the line x is equal to minus 4. x is equal to minus 4. It's a perpendicular line to the x-axis through minus 4. Okay, and consider another line x is equal to 0. X is equal to 0 is also a line like x is equal to, or equation like x is equal to a constant. That will be perpendicular to the x-axis through x is equal to 0. We know this is the point x is equal to 0. So x is equal to 0 will be a perpendicular line to the x-axis. X-axis perpendicular line ആയിരിക്കും through x value 0. X value 0 ആകുമ്പോൾ perpendicular line. Now what happened to these two lines? We know they are parallel, so there is no solution. Okay, so there is no solution, that is option B is the correct answer. Simple one. Another one. Okay, a pair of linear equations which has a unique solution x is equal to 2 and y is equal to minus 3 is. Okay, here we have the solution, unique solution, x is equal to 2 and y is equal to minus 3 are the solution. And we have 4 set of equations here, 4 options. So ഇതിൽ ഏത് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണതെന്നാണ് നമ്മുടെ ചോദ്യം. സൊല്യൂഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നമുക്കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ലുക്ക് അറ്റ് ദി ഓപ്ഷൻ എ. ഓപ്ഷൻ എ പറയുന്നത് എക്സ് പ്ലസ് വൈ എസ് ഈക്വൽ ടു -1 ആണ്. ഞാൻ എക്സിന് പകരം 2ഉം വൈക്ക് പകരം -3 കൊടുത്താൽ 2 - 3 is equal to -1. ശരിയാണ്, -1 is equal to -1. അവിടെ ശരിയാവുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ ലൈൻ എടുക്കുക, രണ്ട് ലൈനും ശരിയാവണം. 2x - 3y is equal to -5. ചിലപ്പോൾ ഒരു ലൈന് ശരിയാവുന്ന രൂപത്തിലുള്ള ഓപ്ഷൻസ് സെറ്റ് ചെയ്തേക്കാം. മേ ബി നമുക്ക് നോക്കാം, കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് x is equal to 2 എന്നും y is equal to -3 എന്നുമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കാരണം സൊല്യൂഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ x is equal to 2 കൊടുക്കുകയാണെങ്കിൽ 2 into 2, 2 into 2, -3 into y വാല്യൂ -3 ആണ് പറഞ്ഞത്, -3 അല്ലേ, y വാല്യൂ -3 is equal to -5 എന്നാണ് പറയുന്നത്. നോക്കാം, 2 into 2 means 4 minus the plus 9 ആയിട്ട് മാറും is equal to -5.
4 plus 9 is equal to minus 5 എന്ന് പറയുന്നത് it's a wrong statement. It's a wrong statement. So option A is wrong. That means x is equal to 2 and y is equal to 3 is not a solution for the equation 2x minus 3y is equal to minus 5. Then we can check the second pair of equation, that is 2x plus 5y is equal to minus 11 and 4x plus 10y is equal to minus 22. In the second case, 2x plus 5y is equal to minus 9. 2x plus 5y is equal to minus 11. X value 2 കൊടുക്കുകയാണെങ്കിൽ that is 4. Y value minus 3 കൊടുക്കുകയാണെങ്കിൽ 5 into minus 3 that is minus 15 is equal to minus 11. Yeah, it's okay. 4 minus 15 is minus 11. Then we can check the second equation, that is 4x plus 10y. 4x plus 10y is equal to minus 22. X in 2 കൊടുക്കുകയാണെങ്കിൽ 4 into 2 that is 8. Y ക്ക് minus 3 കൊടുക്കുകയാണെങ്കിൽ 10 into minus 3 that is minus 30 is equal to minus 22. 8 minus 30 is minus 22. Yeah, it's clear. Okay, it's right. So it's also it satisfies the second equation also. So രണ്ട് equation satisfy ചെയ്യുന്നത് option B ആണ്. So option B is the correct answer. Clear? Okay. Now another one. അപ്പോൾ solution കിട്ടിയാൽ കൊണ്ട് substitute ചെയ്ത് നോക്കിയാൽ മതി. Another one. If x is equal to a and y is equal to b is the solution of the equation x minus y is equal to 2 and x plus y is equal to 4, then the value of a and b respectively are. എയും ബിയും ഇതിന്റെ സൊല്യൂഷൻ ആണെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് നേരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൊല്യൂഷൻ തന്നോ നേരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നേരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സിന് പകരം എയും വൈക്ക് പകരം ബിയും കൊടുക്കുകയാണെങ്കിൽ വി ഹാവ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 2 ഇൻസ്റ്റെഡ് ഓഫ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 2. Another equation x plus y is equal to 4. That is a plus b is equal to 4. A plus b is equal to 4. Now we have another set of linear equation, right? Okay, മറ്റൊരു equation കിട്ടി. എന്ത് happen ചെയ്യുന്നത് മാത്രമാണ് എക്സും വൈയും പോയി പകരം എയും ബിയും വന്നു. Okay, there is a and b instead of x and y. So now we can solve these two equations, or we can check the solutions by using the option a, b, c, d. Okay, നമുക്കിവിടെ നേരെ സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ബൈ എലിമിനേഷൻ മെത്തേഡ്. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഞാൻ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടി ആഡ് ചെയ്താൽ എന്താ ഹാപ്പൻ ചെയ്യാം? ആഡ് ചെയ്താൽ മൈനസ് ബിയും പ്ലസ് ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ബി എലിമിനേറ്റ് ചെയ്യപ്പെടും. സോ എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്കിത് സോൾവ് ചെയ്യാം. സോ ആഡ് ചെയ്യുമ്പം എ പ്ലസ് എ മീൻസ് 2a, minus b plus b becomes 0. 2 plus 4 means 6. So a is equal to 6 by 2, that is 3. A ന്റെ വാല്യൂ 3 ആണ്. A ന്റെ വാല്യൂ 3 തരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ A or option C. Now we can find the value of B to confirm option whether option A or option C. So അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? A ന്റെ വാല്യൂ ഓപ്ഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Let it be the equation number 2. ഇക്വേഷൻ നമ്പർ 2 നെഗറ്റീവ് ഇല്ലാത്ത ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? A ന്റെ വാല്യൂ 3 ആണെങ്കിൽ 3 plus b is equal to 4. So b must be 1. Okay, b must be 1. So a is equal to 3 and b is equal to 1 is the solution. So option C is the correct answer. Clear? Now we can go to the next one. The value of k, for which the pair of linear equations kx plus y is equal to k square and x plus ky is equal to 1 have infinitely many solution is. That is infinitely many solution. മുമ്പ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടില്ല, പകരം പാരലൽ ലൈൻസിൻ്റെ ചെയ്തത് നോ സൊല്യൂഷൻ്റെ കാര്യത്തിൽ. We know if infinitely many solution, that means a1 by a2 is equal to b1 by b2 is equal to c1 by c2. Actually, one equation is the constant multiple of the second. Okay, ആ സിറ്റുവേഷനിലാണ് a1 by a2 is equal to b1 by b2 is equal to c1 by c2 വരിക. So whatever it may, now we have an equation like this. Now what is a1 by a2? That is the ratio of the coefficient of x, that is k by 1. Here it is, the coefficient of x is k, here the coefficient of x is 1, k by 1 is equal to b1 by b2. b1 by b2 means the ratio of the coefficient of y. Here it is 1 and here it is k, that is 1 by k. The third one, the constant term, k square and 1, that is k square by 1. Okay, ഇങ്ങനെ രണ്ട് ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമ്മൾ അറ്റ് എ ടൈം രണ്ടെണ്ണം എടുത്ത് നോക്കും. That means here we can calculate using these two, that is k by 1 is equal to 1 by k. K by 1 is equal to 1 by k. Just cross ചെയ്യാണെങ്കിൽ k into k means k square is equal to 1 into 1 means 1. So k square is equal to 1 means k is equal to root 1, that is plus or minus 1. K is equal to plus or minus 1 എന്നുള്ളത് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നേരെ ആൻസർ ചെയ്യാൻ നിൽക്കരുത്. We can solve the other also.
ഞാൻ ഇത് രണ്ടുമാണ് ഇവിടെ എടുത്തത്. ഇനി ഇത് രണ്ടുമാണ് എടുക്കണമെങ്കിലോ നമുക്ക് അത് രണ്ടൊന്നും എടുത്ത് നോക്കാം. ദാറ്റ് മീൻസ് ഹിയർ 1/k is equal to k square by 1. ഈ രണ്ടെണ്ണം 1/k is equal to k square by 1. So 1/k is equal to k square by 1 ആണെങ്കിൽ ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ k into k square means k cube. K cube is equal to 1 into 1 1. K cube is equal to 1 വരണമെങ്കിൽ k should be equal to 1. ഇവിടെ പ്ലസ് ഓർ മൈനസ് 1 പറയുന്നുണ്ട്, അവിടെ 1 പറയുന്നത്. Now we can consider this equation also. ഇയാളും ഇയാളും എടുക്കണമെങ്കിൽ എടുക്കാം. Okay, and that situation, that is k by 1 is equal to k square by 1. K by 1 is equal to k square by 1. So just cross ചെയ്യാണെങ്കിൽ k into 1 that is k is equal to 1 into k square that is k square. So here k is equal to 0 or k is equal to 1. K 0 ആണെങ്കിലും 0 is equal to 0 square ആണ്. K 1 ആണെങ്കിൽ 1 is equal to 1 square ആണ്. ഈ മൂന്ന് സിറ്റുവേഷനിലും കോമൺ ആയി വരുന്ന സൊല്യൂഷനാണ് നമ്മൾ സൊല്യൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റുക. ഇവിടെ പ്ലസ് ഓർ മൈനസ് 1, അവിടെ 1, അവിടെ 1 ഓർ 0. സോ മൂന്നിലും കോമൺ ആയി വരുന്നത് 1 മാത്രമാണ്. സോ 1 ഈസ് അവർ സൊല്യൂഷൻ. 1 ആണ് നമ്മുടെ സൊല്യൂഷൻ വരിക. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ആസ് ഫ്രം 2020 Cbse. ഓക്കെ, ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കാം. അനദർ വൺ, ദ സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ 2-digit number is 9. If 27 is added to it, the digits of the number get reversed. The number is objective ആയതുകൊണ്ട് നമുക്ക് നേരെ നമ്പർ എത്താൻ നോക്കിയാൽ മതി അല്ലേ. നമ്മളോട് പറഞ്ഞ എന്താ, 2-digit നമ്പറിന്റെ സമ്മ് 9 ആണെന്നാണ് പറഞ്ഞത്. 2ഉം 7ഉം 9 ആണ്, 7ഉം 2ഉം 9 ആണ്, 4ഉം 5ഉം 9 ആണ്, 3ഉം 6ഉം 9 ആണ്. അപ്പോൾ അത് ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞ 27 is added to it, the digits of the number get reversed എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് എടുക്കുന്നതെങ്കിൽ 27നോട് 27 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 27നോട് 27 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 54 ആണ്. 54 എന്ന് പറയുന്നത് ഇത് റിവേഴ്സ്ഡ് ആയതല്ല. സോ അതൊക്കെ അതല്ല എന്ന് മനസ്സിലായി. Now we can go to the second option. Okay, 72. 72നോട് 27 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ that is 99. ഇത് ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്താൽ 27 കിട്ടൂല. സോ ഓപ്ഷൻ ബി ഈസ് ഓൾസോ റോങ്. Now we can go to option C. ഓപ്ഷൻ സി ആണെങ്കിൽ 45 ആണ്. 45നോട് 27 ആഡ് ചെയ്താൽ 54 കിട്ടുമോ നോക്കാം. ബട്ട് ഇറ്റ് ഈസ് 72. ഓക്കെ, ഇതും എന്ത് ചെയ്യുന്നില്ല, 45ന്റെ തിരിച്ചിട്ടത് കിട്ടുന്നില്ല. സോ ഇറ്റ് മസ്റ്റ് ബി ഓപ്ഷൻ ഡി. നോക്കാം, 36നോട് 27 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ that is 63. 36നെ ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്ത പോലെ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ 63 ആണ്. സോ അങ്ങനെ തന്നെ കൃത്യമായി കിട്ടുന്നതിനോട് നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ, 36. ഓക്കെ, now we can go to the next question. This is assertion and reasoning type. നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തു. ഇനി assertion and reasoning type ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, assertion എന്താ പറയുന്നത് നോക്കാം. Equations 3x plus 4y plus 5 is equal to 0 and 6x plus 8y plus 9 is equal to 0 represents a pair of parallel lines. നോക്കാം, parallel lines ആവണമെങ്കിൽ നമുക്കറിയാം a1 by a2 equal to b1 by b2 is not equal to c1 by c2 വരണം. Here a1 by a2 means the coefficient of x, here it is 3 and here it is 6, 3 by 6 or 1 by 2. Next, b1 by b2, ratio of the coefficient of y, that is 4, and in the second equation that is 8, 4 by 8, that's also 1 by 2. So a1 by a2 is equal to b1 by b2. Then we can check the ratio of c1 and c2, that is c1 by c2. The constant term, here it is left side of the equation and here it is also left side of the equation. So that is 5 by 9. രണ്ട് സ്ഥലത്തും രണ്ട് ഇക്വേഷനിലും ഒരേ സൈഡിലായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലാണ്. സോ 5 by 9. So it is not equal to 1 by 2. So they are parallel line. That is a1 by a2 is equal to b1 by b2, but it is not equal to c1 by c2. So it's a parallel line. So it is true. Assertion is true. Next reason. Two lines xa, x plus y plus c1 is equal to 0. And a2x, sorry, two lines a1x എന്നാണ് അത്. Okay, that is a1x. a1x plus b1y, that is b1y plus c1 is equal to 0. And a2x plus b2y plus c2 is equal to 0 represents parallel line if a1 by a2 is equal to b1 by b2 is equal to c1 by c2. That's wrong. Parallel lines ആണെങ്കിൽ is not equal to c1 by c2. So the reason is false.
Option C is the correct answer. Assertion is true, reason is false. എന്ന് പറഞ്ഞാൽ option C ആണ് നമ്മൾ പറയാം. നമുക്കറിയാലോ അത്. Now we can go to the next question. Assertion: if the pair of lines are coincident ആയാൽ, then the pair of equations are consistent with a unique solution. That's wrong. That's exactly wrong. എന്തുകൊണ്ടാ? കോയിൻസിഡന്റ് ആയി കഴിഞ്ഞാൽ ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷനാ. കാരണം ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് സൊല്യൂഷൻ. Coincident ആയി കഴിഞ്ഞാൽ every point on that line will be the intersecting point. So every point on that line is our solution. So there are infinitely many solutions. So assertion is wrong. So option D is the correct answer. Assertion wrong ആണെങ്കിൽ option D ആണ്. അല്ലേ? Now another one. The graphical representation of x minus 2y plus 4 is equal to 0 and 3x plus 4y plus 2 is equal to 0 will be intersecting. നോക്കാം. Intersecting ആണോ നോക്കാൻ നമുക്ക് ആദ്യം a1 by a2 കണ്ടോക്കാം. What is a1 by a2? That is the ratio of the coefficient of x, 1 and 3, 1 by 3. Next b1 by b2 കണ്ടോക്കാം. b1 by b2. That is the ratio of the coefficient of y. That is minus 2 by 4. Okay, or minus 1 by 2. Here we can say that we can see a1 by a2 is not equal to b1 by b2. If a1 by a2 is not equal to b1 by b2, then we know that they will intersect. അല്ലേ? അവിടെ unique solution ആണ് intersect. So assertion is true. Next reason. If two lines a1x plus b1y plus c1 is equal to 0 and a2x plus b2y plus c2 is equal to 0 are intersecting or have unique solution if a1 by a2 is not equal to b1 by b2. So it is also true. Reason is also true. And we know this is the correct explanation for this assertion. Okay. If both assertion and reason are true and the reason is the correct explanation for the assertion, then option A is the correct answer. So it is option A. Clear? Next question. If we add 1 to the numerator and subtract 1 from the denominator, okay, from the denominator, a fraction reduces to 1. It becomes 1 by 2. Okay, typing error korchundi. It becomes a fraction. Okay, it becomes 1 by 2 if we only add 1 to the denominator. The fraction will be 3 by 5. The fraction will be 3 by 5. എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. Okay, it becomes 1 by 2. It becomes 1 by 2 if we only add 1 to the denominator. The fraction will be 3 by 5 എന്നാണ് പറഞ്ഞത്. So, okay, 3 by 5 എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ആദ്യം പറഞ്ഞത് if we add 1 to the ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്തു, അതായത് 4 ആയി, and subtract 1 from the denominator നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 4 by 4 become 1. Okay, from the denominator a fraction reduces to 1. ശരിയാണ്. വേറൊന്നും കൂടി ഉണ്ട്. It become 1 by 2 if we only add 1 to the denominator. 1 ആഡ് ചെയ്യുക മാത്രം ചെയ്യുകയാണെങ്കിൽ 5നോട് 1 ആഡ് ചെയ്താൽ 5 plus 1 that is equal to 6. That is 3 by 6. 3 by 6 is equal to 1 by 2. So അതും ശരിയാണ്. So assertion is true. Okay, ഈ ഒബ്ജക്റ്റീവ് ആകുമ്പോഴുള്ള സുഖം എന്ന് വെച്ചാൽ നമുക്ക് വർക്കൗട്ട് ചെയ്യണ്ട, ആൻസർ ഒക്കെ അതിലുണ്ടാവും, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. Okay, another one. The reason. The linear equations used are x minus y is equal to minus 2 and 2x minus y is equal to 1 whose fraction be x by y. Yes, solution സ്റ്റെപ്പ് ആ തന്നിട്ടുള്ളത്. അസർഷൻ റീസണിങ്ങിൽ ചിലവ് ഇങ്ങനെ തരാം, അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു, ആ ക്വസ്റ്റ്യൻ്റെ സ്റ്റെപ്പ് റീസണിൽ തരാം, കൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ സ്റ്റെപ്പ് നോക്കണം. ഓക്കെ, നോക്കാം. നമുക്ക് നമ്മൾ നോർമലി ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാറുള്ളത് ഫ്രാക്ഷൻ എക്സ് ബൈ വൈ എടുക്കും. ലെറ്റ് ദ ഫ്രാക്ഷൻ ബി എക്സ് ബൈ വൈ. എക്സ് ബൈ വൈ എടുത്തു. ഇനി തന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ, ഇഫ് യു സബ്ട്രാക്ട് 1 ഫ്രം ദി ഡിനോമിനേറ്ററിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, സോറി, ഇഫ് യു ആഡ് 1 ടു ദ ന്യൂമറേറ്റർ, അതായത് 1 ന്യൂമറേറ്ററിനോട് ആഡ് ചെയ്തു ആൻഡ് സബ്ട്രാക്ട് 1 ഫ്രം ദ ഡിനോമിനേറ്റർ. 1 ഡിനോമിനേറ്ററിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. ഇറ്റ് റെഡ്യൂസസ് ടു 1 എന്നാ പറഞ്ഞു. റെഡ്യൂസസ് ടു 1 ആയി മാറും. നൗ ഞാൻ ഈ y-1 അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് x plus 1 is equal to 1 into y-1 or y-1. നൗ ഈ ഇക്വേഷൻ എങ്ങനെ തന്നിട്ടുള്ളത്? x minus y is equal to minus 2 എന്നാണ്. സോ ഞാൻ y അങ്ങോട്ട് കൊണ്ടുവന്നു, പ്ലസ് 1 അങ്ങോട്ട് കൊണ്ടുപോയി. സോ ദാറ്റ് ഈസ് x minus y is equal to minus 1 പ്ലസ് 1 അങ്ങോട്ട് കൊണ്ടുപോയാൽ വീണ്ടും -1, ദാറ്റ് ഈസ് -2. സോ ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുക? അവർ പറഞ്ഞ അതേപോലെ x minus y is equal to -2. നെക്സ്റ്റ് വൺ, a fraction reduces, it become 1 by 2
If we only add 1 to the denominator, denominator note 1 add cheyanengil, adayathu x by y plus 1 aanengil, this is equal to the fraction become 1 by 2 na paranje. Fraction become 1 by 2. So just cross cheyidu nokka. Cross cheyidal 2 into x, that is 2x, is equal to y plus 1 into 1, that is y plus 1. Okay, ഞാൻ ആ y നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് 2x minus y is equal to 1 എന്ന് കിട്ടി. These two are the two pair of equations. So the linear equations used are x minus y is equal to minus 2 and 2x minus y is equal to 1, whose fraction be x by y. This is the perfect reason for the assertion. Okay, this is the step to find the solution of this equation, this practical problem. So this is the correct explanation for the assertion. So option A is the correct answer. Okay, nallൊരു ചോദ്യമാണ്. Okay, option A is the correct answer. Now we can go to the next question. Assertion: the linear equations x minus 2y minus 3 is equal to 0 and 3x plus 4y minus 20 is equal to 0 have exactly one solution. നോക്കാം, one solution ആണെങ്കിൽ a1 by a2 is not equal to b1 by b2 ആണ്. നോക്കാം, a1 by a2 എടുക്കുകയാണെങ്കിൽ a1 by a2 is equal to 1 by 3, b1 by b2 that is minus 2 by 4. Okay, minus 2 by 4 means minus 1 by 2. So here a1 by a2 is not equal to b1 by b2. So our assertion is true. Next reason: the two equations can be solved by cross multiplication method. The two equations can be solved by cross multiplication method. Okay, രണ്ട് ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ലീനിയർ ഇക്വേഷൻ എന്ന സെൻസിലാണ് ടു ലീനിയർ ഇക്വേഷൻ. Linear equation can be solved by cross multiplication method. That's also true. But this is not the correct explanation for this situation or this assertion. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനോടെ. യെസ്, സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഇതിൻ്റെ റീസണായി വരുന്നില്ല. ഇവിടെ എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആവാനുള്ള റീസണായി അത് വരുന്നില്ല. ഓക്കെ, സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. സോ ഹിയർ ദ റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേഷൻ. Okay, option B is the correct answer. Next, assertion: if kx minus y minus 2 is equal to 0 and 6x minus 2y minus 3 is equal to 0 are inconsistent, then k is equal to 3. Inconsistent means what? Inconsistent means a1 by a2 is equal to b1 by b2 is not equal to c1 by c2. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. Okay, reason: a1x plus b1y plus c1 is equal to 0 and a2x plus b2y plus c2 is equal to 0 are inconsistent if a1 by a2 is equal to b1 by b2 is not equal to c1 by c2. Correct explanation ആണ്. ഞാൻ അത് ട്രൂ ആണോ നോക്കിയാൽ മതി. ട്രൂ ആണോ നോക്കാൻ a1 by a2 means k by 6, b1 by b2 means minus 1 by minus 2. വൈൻ്റെ ഓർഡർ അല്ലേ നോക്കണം കേട്ടോ. ചിലപ്പോൾ ചില ഇക്വേഷനിൽ ആദ്യം വൈ പറഞ്ഞ് മറ്റേ എക്സ് പറയും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഓർഡർ മാറിപ്പോവും, ശ്രദ്ധിക്കണം. നൗ ഹിയർ 6നെ ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്താൽ 6 by 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ ദാറ്റ്സ് ട്രൂ. കെ ഈസ് ഈക്വൽ ടു 3. സോ അസേഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഓൾസോ ട്രൂ, ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേഷൻ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നൗ another one. For value of q is equal to plus or minus 2, if x is equal to 3 and y is equal to 1 is the solution of the equation 2x plus y minus q cube minus 3 is equal to 0. നോക്കാം, 2x plus y minus q cube minus 3 is equal to 0. x ന് 3ഉം y is equal to 1ഉം. x is equal to 3 and y is equal to 1. Substitute ചെയ്താൽ 2 into x that is 6, y ന് 1 കൊടുത്താൽ plus 1, minus 3 minus q cube is equal to 0. So 6 plus 1 7, 7 minus 3 means 4, 4 minus q cube is equal to 0. qക്ക് പ്ലസ് ഓർ മൈനസ് 2 കൊടുക്കാനാണ് പറഞ്ഞത്. qക്ക് 2 കൊടുത്താൽ 2 ക്യൂബ് 8 ആണ്. 4 minus 8 0 അല്ല. So that's wrong. So here the assertion is wrong. Assertion wrong ആയി കഴിഞ്ഞാൽ option D is the correct answer. Okay, next case based ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. അസേഷൻ റീസണിങ് കഴിഞ്ഞു, ഇനി കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. രാമൻ went to a local mela during Dashana. Okay, sorry, Dussara. Okay, he ate several rural delicious such as jalebis,
chart, etc. He also wanted to play the ring game, in which is a ring thrown to the item displays on the table, and the balloon shooting game. Okay, ring game milum adeyപോലെ തന്നെ balloon shooting game milum പങ്കെടുക്കുന്നുണ്ട്. The cost of 3 balloon shooting games exceeds the cost of 4 ring game by 4. Okay, also the total cost of the 3 balloon shooting game and 4 ring game is 20. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. The cost of 3 balloon shooting game. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ബലൂൺ ഷൂട്ടിംഗ് ഗെയിമിന് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, കോസ്റ്റ് ഓഫ് നമുക്ക് തന്നിട്ടുള്ള എന്താ, കോസ്റ്റ് ഓഫ് ബലൂൺ ഷൂട്ടിംഗ്. കോസ്റ്റ് ഓഫ് ബലൂൺ ഷൂട്ടിംഗ് ഞാൻ എക്സും, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് റിംഗ് ഗെയിമും ഞാൻ വൈയുമാണ് എടുക്കുന്നതെങ്കിൽ നമ്മളോട് പറഞ്ഞ എന്താ, ദ കോസ്റ്റ് ഓഫ് 3 ബലൂൺ ഷൂട്ടിംഗ് ഗെയിം, 3 ബലൂൺ ഷൂട്ടിംഗ് ഗെയിമിൻ്റെ, അതായത് 3x, ഒരു ഗെയിമിന് എക്സ് ആണെങ്കിൽ 3 ഗെയിമിന് 3x, എക്സീഡ്സ് ദ കോസ്റ്റ് ഓഫ് 4 റിംഗ് ഗെയിം ബൈ 4. എക്സീഡ്സ് ദ കോസ്റ്റ് ഓഫ് 4 റിംഗ് ഗെയിം ബൈ 4 എന്നാണ് പറഞ്ഞത്. അതായത് റിംഗ് ഗെയിമിനേക്കാൾ എക്സീഡ് ചെയ്യാണ് 4 കൂടുതലാണെന്നുള്ളത്. ദാറ്റ് ഈസ് 3x മൈനസ് 4y ഇസ് ഈക്വൽ ടു 4 എന്ന് പറയും. ദിസ് ഇസ് an equation. Another one. Also the total cost of 3 balloon shooting game and 4 ring game is 20. അതായത് 3 balloon shooting ഗെയിമിൻ്റെയും 4 റിംഗ് ഗെയിമിൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത് 20 ആണ്. So these two are the equations. One is 3x minus 4y is equal to 4. Another one is 3x plus 4y is equal to 20. ഇത് വരുന്നുണ്ടോ? ഓക്കെ, 3x മൈനസ് 4y. ഓക്കെ, 3x മൈനസ് 4y. അപ്പോൾ ഇവർ നേരെ തിരിച്ചാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ടേക്കിംഗ് ദ കോസ്റ്റ് ഓഫ് 1 റിംഗ് ഗെയിം ടു ബി എക്സ് ആൻഡ് ദാറ്റ് ഓഫ് 1 ബലൂൺ ഗെയിം ഈസ് വൈ. അപ്പോൾ നമ്മൾ എടുത്തതിനെ നേരെ തിരിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ് ഉള്ളത് വൈയും വൈ ഉള്ള എക്സും ആയിട്ട് മാറും. ദാറ്റ് ഈസ് 3y മൈനസ് 4x ആവും. ഓക്കെ, ദാറ്റ് ഈസ് അല്ലെങ്കിൽ മൈനസ് 4x 3y മൈനസ് 4x ഇസ് ഈക്വൽ ടു 4 എന്നും 3y പ്ലസ് 4x ഇസ് ഈക്വൽ ടു 20. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. 3y പ്ലസ് 4x ഇസ് ഈക്വൽ ടു 20, 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 20. എല്ലാ ഓപ്ഷൻ്റെയും സെക്കൻഡ് അങ്ങനെ തന്നെയാണ്. ഇനി ഫസ്റ്റത്തെ 3y മൈനസ് 4x അല്ലെങ്കിൽ മൈനസ് 4x, ഇതിന് ആദ്യം മൈനസ് 4x ഇതാണെങ്കിൽ മൈനസ് 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. മൈനസ് 4x പ്ലസ് 3y, മൈനസ് 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 4 അതല്ല, മൈനസ് 4x പ്ലസ് 3y അതല്ല. പിന്നെ വരുന്നത് ഒരു നെഗറ്റീവ് കൊണ്ട് മൊത്തം മൾട്ടിപ്പിൾ ചെയ്താലോ, നെഗറ്റീവ് കൊണ്ട് മൊത്തം മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് 4x, ഈ 3y ഉള്ളത് മൈനസ് 3y ആവും, ഈ 4 ഉള്ളത് മൈനസ് 4 ആവും. അതുകൊണ്ട് നോക്ക് 4x മൈനസ് 3y, 4x മൈനസ് 3y ഇസ് ഈക്വൽ ടു മൈനസ് 4. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ക്ലിയർ? Okay, now the second question. The cost of 1 ring game and 1 balloon game is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിംഗ് ഗെയിമിൻ്റെയും അതേപോലെ തന്നെ ബലൂൺ ഗെയിമിൻ്റെയും കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് 2 ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ 4x മൈനസ് 3y ഇസ് ഈക്വൽ ടു മൈനസ് 4 ആണ്, നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ ഉള്ളത് 4x പ്ലസ് 3y, 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 20 ആണ്. ഞാൻ 2 ഇക്വേഷനും കൂടി ആഡ് ചെയ്തിരിക്കാം. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 4x പ്ലസ് 4x ദാറ്റ് ഈസ് 8x, മൈനസ് 3y പ്ലസ് 3y ക്യാൻസൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത് എലിമിനേഷൻ മെത്തേഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 16 വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 16/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എക്സിന്റെ വാല്യൂ 2 ആണെന്ന് മനസ്സിലായി. എക്സിന്റെ വാല്യൂ 2 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ മസ്റ്റ് ബി ട്രൂ. ഓക്കെ, ഓപ്ഷൻ എ മസ്റ്റ് ബി ട്രൂ. ഓക്കെ, നോക്കണേ, റിംഗ് ഗെയിം ആണ്. റിംഗ് ഗെയിം അല്ല നമ്മൾ എക്സ് എടുത്തിട്ടുള്ളത്. റിംഗ് ഗെയിം അല്ല നമ്മൾ എക്സ് എടുത്തിട്ടുള്ളത്. എക്സ് ഇവിടെ എടുത്തിട്ടുള്ളത് കോസ്റ്റ് ഓഫ് റിംഗ് ഗെയിം ടു ബി എക്സ്. ഓക്കെ, റെഡിയാ. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, the points over the line represented by the equation 4x minus 3y is equal to minus 4 intersect the x-axis and y-axis respectively are given by. ഇത് x-axis-നെയും y-axis-നെയും intersect ചെയ്യുന്ന പോയിന്റാണ് ചോദിച്ചത്. So that means here, നോക്കാം, a line may be like this. Okay, that is 4x minus 3y is equal to minus 4. അങ്ങനെ ഒന്നല്ല, ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് പറഞ്ഞു. നമ്മളോട് പറഞ്ഞത് we want to find the intersecting point of the line with the x-axis and y-axis. എങ്ങനെ നമ്മൾ ഇത് ഫൈൻഡ് ചെയ്യുക? In the case of intersecting line with the x-axis,
Here we know at this point the y coordinate will be 0. Since it's a point on the x-axis. And we know every point on the x-axis the y coordinates are always 0. So if y is equal to 0, then we can easily find the value of x by substituting into the equation. So equation substitute that is 4x minus 3y minus 0. 3y means 3 into 0, that is 0, is equal to minus 4. Okay, so x is equal to minus 4 divided by 4. Okay, minus 4 divided by 4, that is minus 1. So intersecting point with x-axis is minus 1 comma 0. X coordinate is minus 1 and y coordinate is 0. Minus 1 comma 0. Minus 1 comma 0 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ തീരുമാനിക്കാനായിട്ടില്ല. Another one എടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് എന്താ ഉണ്ടാവുക? ഈ y ആക്സിസിന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. Y ആക്സിസിന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ we know that x coordinate will be 0. So x coordinate is 0 കൊടുത്താൽ it will become 0. So y is equal to minus 4 by minus 3, that is 4 by 3. So 4 by 3. So that is option B is the correct answer. Minus 1 comma 0 and 0 comma 4 by 3. So that is the correct answer. Okay, next question. The area of the triangle formed by the two lines and the x-axis is. രണ്ട് ലൈനും ഗ്രാഫിക്കലി വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ഏരിയ കാണാനും ചോദിച്ചിട്ടുണ്ട്. നല്ല ചോദ്യം. ഗ്രാഫ് വരക്കാനാണ്. അപ്പം നമ്മൾ ഗ്രാഫ് വരക്കേണ്ടി വരും. ഓക്കെ, ഗ്രാഫ് വരക്കേണ്ടി വരും. അതായത് നമ്മൾക്ക് ആ ഗ്രാഫ് ഒന്ന് വരക്കാൻ ശ്രദ്ധിക്കാം. ഒന്നാമത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ലൈനിനെ സംബന്ധിച്ചിടത്തോളം that is minus 1 comma 0. Here let it be the point minus 1 comma 0. This is the point minus 1 comma 0. Another one, the second coordinate is 0 comma 4 by 3. 4 by 3 means 1.333 something. That is here let it be the point 1. Okay, here it is 1. And this is the point 2. So 1.3 will be here. Okay, this is the second point. So the line will be like okay, line will be like this one. Okay, this is the line. ഇങ്ങനെയാണ് ലൈൻ ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ലൈൻ എടുക്കുകയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ലൈൻ ആരായിരുന്നു? സെക്കൻഡ് ലൈൻ ഉണ്ടായിരുന്നത് 3x plus 4y is equal to 20 ആണ്. 3x plus 4y is equal to 20. 3x plus 4y is equal to 20. ഞാൻ എക്സിന് 0 കൊടുത്തു എന്നിരിക്കുക. സോ ദാറ്റ് ഈസ് 4y is equal to 20 divided by 4, that is equal to, okay, 4y is equal to 20 ഉണ്ടാവും. 4y is equal to 20 ആണെങ്കിൽ y is equal to 20 divided by 4, that is 5. അല്ലേ? അതായത് 0,5 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിരിക്കും ഒരു പോയിന്റ് ഉണ്ടാവുക. 0,5 എക്സ് കോർഡിനേറ്റ് is 0 and y കോർഡിനേറ്റ് is 5. അത് ഗ്രാഫിൽ കൃത്യമായി വരയ്ക്കുക. ഇവിടെ 2 ഉണ്ടെങ്കിൽ ഇവിടെ 3 ഉണ്ടാകും, ഇവിടെ ഒരു 4 ഉണ്ടാകും. ഓക്കെ, ഈ ഗ്രാഫ് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 5 ഉണ്ടാകും. സോ ദിസ് ഇസ് ദ പോയിന്റ് 0,5. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ yക്ക് 0 കൊടുത്തു വെക്കുക. y is equal to 0. That means 3x is equal to 20. 3x is equal to 20. So x is equal to 20 divided by 3. 20 divided by 3 means 6.666 something. Okay, 6.666 something. So let me here the 1, point 2, 3, 4, 5 and let it be the point 6. Okay, next one, this is 7. So 6.66 means here. ഞാൻ ജസ്റ്റ് റഫായിട്ടാണ് വരയ്ക്കുന്നത്, നിങ്ങൾക്ക് ഒറിജിനലായിട്ട് വരയ്ക്കാം. നൗ ദ പോയിന്റ് വിൽ ബി ദ ലൈൻ വിൽ ബി ദിസ് ഇസ് ദ ലൈൻ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ ഒന്നെങ്കിൽ നമുക്ക് കോർഡിനേറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏരിയ കാണാനുള്ള ഇക്വേഷൻ വെച്ച് ഫൈൻഡ് ചെയ്യാം. അതർവൈസ് നമുക്ക് എന്തെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് യൂസ് ചെയ്യാം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഈ പോയിന്റ് നമുക്ക് അറിയുന്ന പോയിന്റാണ്. ആ പോയിന്റാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ? ആ പോയിന്റാണ് നമ്മുടെ സൊല്യൂഷൻ. എന്താ കിട്ടിയിരുന്നത്? സൊല്യൂഷൻ കിട്ടിയിരുന്നത് ദാറ്റ് ഈസ് 2 and 4 ആണ്. 2,4 എന്ന് പറയുന്ന പോയിന്റാണ് സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത്. സോ ദിസ് ഇസ് ദ പോയിന്റ് 2,4. 2,4 മീൻസ് എക്സ് കോർഡിനേറ്റ് is 2 and y കോർഡിനേറ്റ് is 4. ഹിയർ ഇറ്റ് ഈസ് 4. സോ ഇത് 4 ആണെങ്കിൽ ഈ ഹൈറ്റ് 4 ആണ്. ദാറ്റ് മീൻസ് ഈ ഹൈറ്റ് 4 ആണ് ഉണ്ടാവുക. ഓക്കെ, ബേസ് -1 to 6.666 സംതിങ്. ഓക്കെ, -1 to 6.66 സംതിങ് ആണ് ബേസിന്റെ ഹൈറ്റ് ഉണ്ടാവുക, ലെങ്ത് ഉണ്ടാവുക. ഹൈറ്റ് ഉണ്ടാവുക 4 ആയിരിക്കും. മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയയിലേക്ക് എത്തും. ഓക്കെ, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നൗ ദ വാല്യൂ ഓഫ് k
for which the pair of linear equation. Okay, അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് അറിയാലോ. ഓക്കെ, മറ്റത്ര ഉണ്ടാവുക 20/3 ഇൻറ്റു ഹാഫ് ഇൻറ്റു 20/3 ഇൻറ്റു എച്ച് ഹൈറ്റ് 4 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. Look at the next question. Another one. The taxi charges in a city consists of fixed charge together with the charge for the distance covered. For a distance of 10 km, the charge paid is 165, and for a journey of 18 km, the charge paid is 277. So fixed charge ഉണ്ട്, അതേപോലെ തന്നെ കിലോമീറ്റർ ചാർജും ഉണ്ട്. ഓക്കെ, ഫിക്സഡ് ചാർജ് എക്സും കിലോമീറ്റർ ചാർജ് വൈ ആണെന്നായിരിക്കും പെർ കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞെന്താ, ഫോർ ദ ഡിസ്റ്റൻസ് ഓഫ് 10 കിലോമീറ്റർ 10 കിലോമീറ്റർ ആണെങ്കിൽ ദാറ്റ് ഈസ് എക്സ് പ്ലസ് കിലോമീറ്ററിന് 10 ആയതുകൊണ്ട് 10 കിലോമീറ്ററിന് 10y, എക്സ് ഫിക്സഡ് ചാർജും. ടോട്ടൽ എത്ര കോസ്റ്റ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഈസ് 165. ടെക്സ്റ്റിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പറഞ്ഞത് ഫോർ എ ജേർണി ഓഫ് 18 കിലോമീറ്റർ 18 കിലോമീറ്റർ ആണെങ്കിൽ ഫിക്സഡ് ചാർജ് എക്സ് തന്നെയാണ്. ദ കിലോമീറ്റർ ചാർജ് വിൽ ബി 18 times y, സിൻസ് y rupees for 1 kilometer. So for 18 kilometer it is 18y. And total cost is 277. Okay, these two are the equations. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫിക്സഡ് ചാർജ് ആൻഡ് സൊല്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ടു ഫൈൻഡ് ദ സൊല്യൂഷൻ we can take it as equation number 1 and equation number 2. ഞാൻ equation number 2 ൽ നിന്ന് equation number 1 നെ സബ്സ്ട്രാക്ട് ചെയ്തു, സിൻസ് ദ കോഎഫിഷ്യന്റ് ഓഫ് x ഇൻ ദ ബോത്ത് ഇക്വേഷൻസ് ആർ സെയിം. ഓക്കെ, രണ്ട് ഇക്വേഷനിലും കോഎഫിഷ്യന്റ് ഓഫ് x സെയിം ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്താൽ 0 ആയിക്കോളും. വലുത് ഇവിടെ ആയതുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ 18y minus 10y, that is 8y is equal to 277 minus 165. 77 plus 35, that is equal to 112. So y is equal to 112 divided by 8, that is equal to 14. Y value 14 ആണെന്ന് കിട്ടി. And substitute it into any one of the equation. Here it is 10y means 10 into 14, 140. 140 അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ x is equal to, ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നത്, ദാറ്റ് ഇംപ്ലൈസ് x plus 140 is equal to 165. So that is x is equal to 165 minus 140, that is equal to 25. Okay, so x is equal to 25 and y is equal to 14 is the solution. X is equal to 25. Fixed charge is 25 and other one is 14. So option C is the correct answer. Next, B. The taxi fare for the distance of 25 km would be 25 km ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഫിക്സഡ് ചാർജ് 25 പ്ലസ് 25 ഇൻറ്റു കിലോമീറ്റർ ചാർജ് 14. ഓക്കെ, 25 കോമൺ എടുത്താൽ that is 25 into 1 plus 25 into 1 plus 14. So that is 25 into 15. Okay, 25 into 15 ആണ് നമുക്ക് വരിക അല്ലേ. സോ 25 into 15 എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 375. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Okay, next, the pair of linear equation minus 3x plus 4y is equal to 5 and 9/2x minus 6y plus 15/2 has. ഇതിന്റെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് അത്ര യുണീക് സൊല്യൂഷൻ ആണോ അല്ലേ എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ, നമുക്കൊന്ന് ട്രൈ നോക്കാം. ദ പെയർ ഓഫ് ഇക്വേഷൻ minus 3x plus 4y is equal to 5 and 9/2x. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് a1/a2 b1/b2 എന്ന് കണ്ടുനോക്കാം. a1/a2 a1/a2 എന്ന് പറയുമ്പോൾ -3/x-ന്റെ കോഎഫിഷ്യന്റ് 9/2. ഓക്കെ, സോ ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ബൈ 1 എടുത്തുന്നു, ക്രോസ് ചെയ്യുകയാണെങ്കിൽ -3/1 ഇൻറ്റു 2/9 ഉണ്ടാകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതും ക്യാൻസൽ ചെയ്താൽ -2/3 എന്ന് വരും a1/a2. നെക്സ്റ്റ് b1/b2 ട്രൈ നോക്കാം. b1/b2 പറയുമ്പോൾ b മീൻസ് കോഎഫിഷ്യന്റ് ഓഫ് y, ദാറ്റ് ഈസ് 4/b2 that is -6 അല്ലേ, -6. So -6. 4/-6 means 2/-3 or -2/3. So here a1/a2 is equal to b1/b2. Next we want to check the ratio of constant term, that is 5. ഇവിടെ 5 ആണ്, പക്ഷേ ഇവിടെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലാണ്, ഇവിടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ഒക്കെ ഇക്വേഷൻ ഒരേ സൈഡിലായിരിക്കണം. സോ ഇവിടെ റൈറ്റ് സൈഡിലുള്ള 5നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -5 വരും. സോ c1/c2 എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, c1/c2 എന്ന് പറയുന്നത് -5 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത്
15/2 ദാറ്റ് ഈസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് 15/2. ഇവിടെ ബൈ 1 ആണ്, ഞാൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് -5/1 ഇൻറ്റു 2/15 എന്നാണ് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുക. സോ ഇയാളും ക്രോസ് ചെയ്താൽ ഇവിടെ 3 വരും, ദാറ്റ് ഈസ് -2/3. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് ഓൾസോ -2/3. സോ ഹിയർ A1/A2 is equal to B1/B2 is equal to C1/C2 ആണ്. സോ അതുകൊണ്ട് അവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം വെച്ചാൽ there is infinitely many solution. Okay, infinitely many solution. Option B is the correct answer. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് നൽകുകയും ചെയ്യുന്നു, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സാമിന് നിങ്ങൾ കാണാം. സോ അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഒപ്പം ഇത്തരം വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം പരമാവധി ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. സോ ദാറ്റ്സ് എനഫ്. താങ്ക് യു ഓൾ.